ക്രിസ്മസ് ദിനങ്ങളിൽ നൈജീരിയയിൽ നടന്ന വ്യത്യസ്ത സംഭവങ്ങളിൽ 140 ക്രൈസ്തവർക്ക് ജീവൻ നഷ്ടമായി. നോർത്ത് സെൻട്രൽ നൈജീരിയയിലെ ക്രിസ്ത്യൻ പ്രദേശങ്ങളിൽ മുസ്ലിം തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 200-ലധികം വീടുകൾ അഗ്നിക്കിരയായതായും ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ റിപ്പോർട്ട് ചെയ്തു. ക്രിസ്ത്യൻ ആധിപത്യമുള്ള ബോക്കോസ് ബാർക്കില്ലാൻഡി പ്രദേശങ്ങളിൽ ഇതുവരെ 140 മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ നൈജീരിയ വ്യക്തമാക്കി. കൂടുതൽ ആളുകളെ കാണാതായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ആക്രമണം നടക്കുന്ന സമയത്ത് സുരക്ഷാ സേനയെ അറിയിച്ചെങ്കിലും 12 മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർ എത്തിയതെന്നും പറയപ്പെടുന്നു. പശ്ചിമാഫ്രിക്കയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ ഉന്മൂലനത്തിന്റെ ഏറ്റവും പുതിയ സംഭവമാണിത്. മതേതര വാർത്താമാധ്യമങ്ങൾ കർഷകരും ആട്ടിടയരും തമ്മിലുള്ള പ്രശ്നമായി ഇത്തരം സംഭവങ്ങളെ പലപ്പോഴും നിസ്സാരവൽക്കരിക്കുകയാണ്. എന്നാൽ ക്രിസ്ത്യാനികളുടെ ഭൂമിയും വസ്തുവകകളും തട്ടിയെടുക്കാൻ ഫുലാനികൾ നടത്തുന്ന കരുതിക്കുട്ടിയുള്ള ആക്രമണങ്ങളാണ് ഇവ എന്നതാണ് യാഥാർത്ഥ്യം. ലോകമെങ്ങും വർദ്ധിച്ചുവരുന്ന മതപീഡനങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. വിവേചനം അനുഭവിക്കുന്ന ക്രിസ്ത്യൻ സമൂഹങ്ങളോട് തന്റെ അടുപ്പം പ്രകടിപ്പിച്ച പാപ്പ സിറിയ, ഗാസ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. നീതിക്കും മതസ്വാതന്ത്ര്യത്തിനും വേണ്ടി സമാധാനപരമായി പ്രയത്നിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ദാനധർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പാപ്പ അഭ്യർത്ഥിച്ചു. പുൽക്കൂട്ടിലെ രൂപങ്ങളിലേക്ക് നോക്കുമ്പോൾ അവരുടെ മുഖങ്ങളിലും മനോഭാവങ്ങളിലും ഒരു പൊതു സ്വഭാവം കാണാൻ കഴിയുമെന്നും അത്ഭുതം ആരാധനയായി മാറുന്ന ആ സ്വഭാവത്തെ മുറുകെ പിടിക്കണമെന്നും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സജ്ജീകരിച്ചിരിക്കുന്ന പുൽക്കൂട് സന്ദർശിക്കാൻ വിശ്വാസികളെ ക്ഷണിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. ഇസ്രായേലിൽ ജനങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സമാനമായ സാഹചര്യത്തിലാണ് ക്രിസ്തുവും ജനിച്ചതെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസും ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസും ഉൾപ്പെടെയുള്ളവർ വിശ്വാസികൾക്കായി എഴുതിയ സംയുക്ത സന്ദേശത്തിൽ പറഞ്ഞു. ക്രിസ്തു ജനിച്ച സമയത്ത് പരിശുദ്ധ കന്യകാമറിയത്തിനും യോസേപ്പ് പിതാവിനും പ്രസവത്തിന് പോലും അന്വേഷിച്ച് നടക്കേണ്ടതായി വന്നു. ആ സമയത്ത് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു. തിരുക്കുടുംബം അഭയാർത്ഥികളായി മാറി. പുറമേ നിന്ന് നോക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ ജനനമല്ലാതെ ആഘോഷത്തിന് മറ്റൊരു കാരണമില്ലായിരുന്നുവെന്നും നീതിയുടെയും കരുണയുടെയും സമാധാനത്തിന്റെയും പാതകളിൽ നടക്കാൻ നാം പഠിക്കണമെന്നും ക്രൈസ്തവ നേതാക്കൾ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ഡോക്ടർ ആൻഡേഴ്സൺ ജെറമിയ എഡ്മണ്ടനിലെ പുതിയ ആംഗ്ലിക്കൻ ബിഷപ്പായി നിയമിതനായി. ദക്ഷിണേന്ത്യയിൽ ജനിച്ച ഡോക്ടർ ആൻഡേഴ്സൺ നിലവിൽ ലങ്കാസ്റ്റർ സർവകലാശാലയിൽ അസോസിയേറ്റ് ഡീനും പൊളിറ്റിക്സ്, ഫിലോസഫി ആൻഡ് റിലീജിയൻ വിഭാഗത്തിൽ സീനിയർ ലെക്ചററുമാണ്. ദളിത് ക്രിസ്ത്യാനിയായി ദക്ഷിണേന്ത്യയിൽ വളർന്ന അദ്ദേഹം ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തന ഫലമായാണ് ക്രൈസ്തവ സമൂഹത്തിലേക്ക് വന്നത്. 2024 ആദ്യത്തോടെ ഡോക്ടർ ആൻഡേഴ്സൺ പുതിയ സ്ഥാനം ഏറ്റെടുക്കും. മതാധ്യാപകർക്കും വൈദികർക്കും സന്യസ്തർക്കും അൽമായ ശുശ്രൂഷകർക്കും ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെടാനും വിശ്വാസത്തിന് സാക്ഷ്യം നൽകാനും വിശ്വസിക്കുന്ന കാര്യങ്ങൾ യുക്തിസഹമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും സഹായിക്കുന്ന വിധത്തിൽ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് വിഷയത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ കോഴ്സ് നടത്തുന്നു. കോട്ടയം വടബാദൂരിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസ് നടത്തുന്ന കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഫാദർ ആൻഡ്രൂസ് മേക്കാട്ടുകുന്നേൽ 9447112104 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സർക്കാർ വിലക്കേർപ്പെടുത്തിയതിനെ തുടർന്ന് ക്രിസ്മസ് ആഘോഷിക്കാനാവാതെ ചൈനയിലെ വിശ്വാസി സമൂഹം. കുട്ടികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബയോഡിംഗ് പ്രവിശ്യയിലെ അധികൃതർ നിരോധിച്ചിരുന്നു. പ്രവിശ്യയിലെ കത്തീഡ്രലിന് സമീപത്ത് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ അധികൃതർ ബസ്സുകൾ വഴിതിരിച്ചുവിടുക, ദേവാലയത്തിന് സമീപമുള്ള കടകൾ അടച്ചുപൂട്ടുക, ക്രിസ്മസുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നത് തടയുക, രാത്രിയിലെ ആഘോഷങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുന്നത് വിലക്കുക തുടങ്ങിയ കാര്യങ്ങളും ചെയ്തിരുന്നു. കത്തോലിക്കർ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത ബയോഡിംഗ് പ്രവിശ്യ. വിശുദ്ധ കുർബാന മധ്യേ ബിഷപ്പിനു വേണ്ടി പ്രാർത്ഥിച്ചതിന് വൈദികനെ തടവിലാക്കി. മതകൽപ്പ കത്തീഡ്രലിന്റെ സഹവികാരി ഫാദർ ജാദർ ഹൈഡോയെ ആണ് നിക്കരാഗ്വയിലെ ഏകാധിപത്യ ഭരണകൂടം 12 മണിക്കൂർ തടവിലാക്കിയത്. തടവിൽ കഴിയുന്ന മതകൽപ്പ ബിഷപ്പ് റോളണ്ടോ അൽവാരസിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതാണ് വൈദികനെതിരെ ചുമത്തിയ കുറ്റം. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് അറസ്റ്റിലായ ബിഷപ്പ് റോളണ്ടോ അൽവാരസ് ഇപ്പോൾ 24 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലാണ്. അദ്ദേഹത്തിന്റെ പേര് കുർബാനകളിലും പ്രാർത്ഥനകളിലും ഉപയോഗിക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.